2025 ICC ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത് പാകിസ്ഥാനിൽ വെച്ചാണ്. ലാഹോർ, കറാച്ചി, റാവൽപിണ്ടി എന്നീ സ്റ്റേഡിയങ്ങളാണ് മത്സരങ്ങൾ നടക്കുന്നത്. 2 ഗ്രൂപ്പുകളിലായി 8 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഇതിൽ ഗ്രൂപ്പ് എയിൽ ഇന്ത്യ, ബംഗ്ലാദേശ്, ന്യൂസിലാൻഡ് പിന്നെ പാകിസ്ഥാനും അടങ്ങിയതാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, സൗത്ത് ആഫ്രിക്ക ഇവർ ഇത്രയുമാണ് ഗ്രൂപ്പ് ബിയിൽ. ഇതിൽ ഓരോ ഗ്രൂപ്പിലും ആദ്യം വരുന്ന 2 സ്ഥാനക്കാർ സെമിയിലേക്ക് യോഗ്യത നേടും. 2025 ഫെബ്രുവരി 9 തുടങ്ങുന്ന ടൂർണമെന്റ് അവസാനിക്കുന്നത് മാർച്ച് 9. ഇന്ത്യ പാകിസ്ഥാനിലേക്ക് യാത്ര തിരിക്കുമോ ഇല്ലയോ എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത്. 1996 വേൾഡ് കപ്പ് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഒപ്പം പാകിസ്ഥാനിലും വെച്ച് നടന്നിരുന്നു. 2009 പര്യടനത്തിനെത്തിയ ശ്രീലങ്കൻ ടീമിനെ പാക് തീവ്രവാദികൾ കൊല്ലാൻ ശ്രമിച്ചിരുന്നു. തലനാഴിയിഴയ്ക്കാണ് അന്ന് ശ്രീലങ്കൻ ടീം രക്ഷപ്പെട്ടത്. ഏതാനും കളിക്കാർക്കും പരിക്കേറ്റിരുന്നു. അന്ന് തങ്ങൾക്കുണ്ടായ അനുഭവം ഇന്നും ആ കളിക്കാരെ വിട്ടുപോയിട്ടില്ല. അതുകൊണ്ട് ICCയുടെ വലിയൊരു ടൂർണമെന്റ് പാകിസ്ഥാനിൽ സെറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യ അതിനോട് മുഖം തിരിക്കുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. പാകിസ്ഥാൻ മുൻ താരങ്ങൾ ഇപ്പോൾ തന്നെ വിമർശനങ്ങളുമായി വന്നിട്ടുണ്ട്. പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ ടീം ക്രിക്കറ്റ് കളിക്കാൻ പോകേണ്ട എന്ന് തന്നെയാണ് നമ്മുടെ ഗവൺമെന്റ് തീരുമാനം. പക്ഷേ ഇതൊരു ICC ഇവന്റ് ആയതുകൊണ്ട് തന്നെ അതിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒടുവിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ കളി ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിലേക്ക് മാറ്റാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ലാഹോർ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അവിടെ ഇന്ത്യക്ക് സേഫ് ആണെന്നും അവിടെ ഇന്ത്യക്ക് ധൈര്യമായി കളിക്കാമെന്നുമാണ് പാകിസ്ഥാന്റെ വാദം. പക്ഷേ ഇതുവരെ ഇന്ത്യ ഇതിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. ICCയിൽ പാകിസ്ഥാന്റെ ബോർഡിനേക്കാൾ BCCI സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ നിലപാട് കടുപ്പിച്ചാൽ ICCക്ക് പുറകോട്ട് പോകേണ്ടി വരും. കാരണം ഇന്ത്യ ടൂർണമെന്റിൽ നിന്നും പിന്മാറിയാൽ ICCയെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമായിരിക്കും. അതുകൊണ്ട് ഇന്ത്യ പറയുന്നത് എന്താണോ അത് കേൾക്കുക, അതിനുശേഷം ചർച്ചയിലൂടെ മാത്രം ഒരു തീരുമാനത്തെ എത്താൻ സാധിക്കത്തുള്ളൂ. ഇന്ത്യ പാകിസ്ഥാനിൽ പോയി കളിക്കേണ്ട എന്ന നമ്മുടെ ഗവൺമെന്റിന്റെ തീരുമാനത്തെ നമുക്ക് അംഗീകരിച്ചേ മതിയാവൂ. നമ്മുടെ ഏറ്റവും കൂടുതൽ ജവാന്മാർ അതിർത്തിയിൽ വീരമൃത്യു വരിക്കുന്നത് നമ്മളെ സുരക്ഷിതരാക്കാൻ വേണ്ടിയാണ്. തീവ്രവാദം എന്ന് അവസാനിപ്പിക്കുന്നോ അന്ന് അതിനെപ്പറ്റി പുനർചിന്തനം നടത്തിയാൽ മതി. പക്ഷേ 2025 നടക്കാൻ പോകുന്നത് ഒരു ICC ടൂർണമെന്റ് ആണ്. നമ്മളോടൊപ്പം പാകിസ്ഥാൻ ഉൾപ്പെടെ 8 ടീമുകളാണ് മത്സരിക്കുക. ഈ 8 ടീമുകളുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സാധാരണ നമ്മുടെ ഇന്ത്യയിൽ നടക്കുകയാണെങ്കിൽ ആ സുരക്ഷയുടെ പൂർണ്ണ ഉത്തരവാദിത്തം നമ്മുടെ സർക്കാരിനും സെക്യൂരിറ്റി ഫോഴ്സിനുമായിരിക്കും. പക്ഷേ അവിടെ തീവ്രവാദികൾ തഴച്ചു വളർന്ന നാടാണ്. അവിടെ പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ അതുപോലെ പള്ളികളിൽ വരെ ബോംബ് സ്ഫോടനങ്ങൾ നടത്തി നിരവധി പേരാണ് കൊല്ലപ്പെടുന്നത്. ചുരുക്കം പറഞ്ഞാൽ അവിടുത്തെ തീവ്രവാദികൾ അവിടുത്തെ സർക്കാരിന്റെയോ അവിടുത്തെ സൈന്യത്തിന്റെയോ കൺട്രോളിലല്ല. അതിനാൽ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ICCക്ക് തന്നെയായിരിക്കും. അവിടുത്തെ കളിക്കാർ മുൻ കളിക്കാരും പലതും പറയും. അവർ പറയുന്നതും കേട്ട് പാകിസ്ഥാനിലേക്ക് പോയ ശ്രീലങ്കൻ ടീമിനാണ് ദുർവിധി ഉണ്ടായത്. അവരാരും പറയുന്നത് തീവ്രവാദികൾ കേൾക്കില്ല. ICC പോലൊരു വലിയ ഇവന്റ് വരുമ്പോൾ അവരെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ ഗവൺമെന്റിനെ മുൾമുനയിൽ നിർത്താനുള്ള അവസരം കൂടിയാണ്. അതിനാൽ ഇന്ത്യ എന്ത് തീരുമാനമാണ് എടുക്കുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് അഭിപ്രായം? ICC ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകണമെന്നാണോ അതോ വേണ്ട എന്നാണോ? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട.